വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോളം ചേർക്കാം ഈശോ എഴുന്നള്ളും നിമിഷം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. നിൻ തിരുമുമ്പിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും പാറയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ലോകത്തിന് കൊടുക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഇഷ്ടപ്പെടുക. ക്ലിയർ അല്ലേ? അഭിമുഖത്തിന് സമയം കുറിച്ച് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഇതൊരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല, ഇതൊരു ലോങ് ടൈം പ്രോജക്റ്റാണ്. എന്താണ് അത് ആദ്യമേ എൻ്റെ മക്കൾ തീരുമാനിക്കണം. അതാദ്യമേ. അതായത് ഇത് എൻ്റെ ജന്മം ഇവിടെ തീരണത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് കൊതിക്കുന്നു എന്ന് പറഞ്ഞ്
എൻ്റെ ജന്മം ഇവിടെ തീരുവോളോ സുവിശേഷം പറയുന്ന പോലെ നിന്റെ കൂടെ ആയിരിക്കാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ കൊതിക്കുന്ന നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ അന്തരാത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്നേഹരാജൻ യേശുവേ. നമ്മള് അങ്ങനെ തന്നോടുകൂടി ആയിരിക്കാൻ പിന്നെന്താ, ചുമ്മാ ആയിരുന്നാൽ മതിയാ? ആയിരുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. പണ്ടത് മാർത്തായ മറിയം ആയിരുന്ന പോലെ ഇരിക്കും. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയും. പക്ഷെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയ്യടിയെല്ലാം വോട്ടാക്കാൻ പറ്റിയില്ല. മറിയം പുനരുദ്ധാനം പ്രഘോഷിക്കുന്നതിൽ മറിയം പരാജയപ്പെട്ടു. മറിയം ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ? മേസൻ്റെ വീട്ടിൽ വെച്ച് മാർത്ത അവളെ സഹായിക്കാൻ വേണ്ടി മറിയത്തെ നിർബന്ധിക്കാൻ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദാറ്റ്സ് ഓക്കെ. നമുക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കാം. നമ്മളത്തേക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതും ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വെറുതെ വചനം, ചില ആൾക്കാർ വചനം 3 പ്രാവശ്യം എഴുതും, 4 പ്രാവശ്യം എഴുതും, ചിലർ വചനം മുഴുവൻ കാണാതെ പഠിക്കും. ഇതൊക്കെ എല്ലാം ചെയ്യാം. ഇതൊക്കെ ഒരു നല്ല ഭാഗം തന്നെയാണ്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണം. അടുത്ത കാര്യമുണ്ട്. അടുത്ത കാര്യം വായിച്ചേ, 3:14-15 വായിച്ചേ. മർക്കോസ് 3:14-15. പ്രസംഗിക്കാൻ അയക്കുന്നതിനും. പ്രശ്നം അതാണ്. കർത്താവിനെ കൈമാറാൻ അയക്കാനാണ് അടുത്തിരിക്കണത്. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പുട്ടും കടലും കഴിക്കാനല്ല. കൈമാറാൻ പോകേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. കൈ നനയാതെ ഒന്നും മീൻ പിടിക്കാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞ സുവിശേഷം പറഞ്ഞ് എന്തിനാ അയക്കണം എന്ന് നോക്കിയേ. പ്രസംഗിക്കാൻ അയക്കുന്നതിനും. പ്രസംഗിക്കാൻ അയക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്ദേശം കൈമാറണം. അതിനാണ്. അങ്ങനെ കൈമാറാൻ അയക്കുന്നതിന് പിന്നെ എന്തിനാണ്? പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ നിന്ന് മാറണം. കൈമാറാൻ അയച്ചാൽ പോരാ. തിന്മയുടെ ശക്തികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, സമൂഹത്തിൽ രൂപപ്പെട്ട് വരും. അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇറ്റ് ഈസ് നമ്മുടെ സബ്ജക്റ്റാണ്. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ പ്രബലപ്പെടും. അങ്ങനെ വരുമ്പോൾ നന്മയുടെ ശക്തി, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. സത്യത്തിൻ്റെ കൂടെ നിർഭയം ആരും നിൽക്കുന്നുവോ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് സുവിശേഷത്തിൻ്റെ വേലയുടെ ഭാഗമാണ്. നമുക്കെന്താ നിർഭയം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്തു ജീവിതം എന്നൊക്കെ പറയണത് ഏതെങ്കിലും മൂലക്കിൽ കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് മരിച്ചുപോൾ എന്ത് സംഭവമാണെന്ന് ധരിച്ചിരിക്കുകയാണ്. ദിറ്റ് ഈസ് നോൺ സെൻസ്. നമ്മൾ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോഴാണ് സമൂഹത്തിൽ തിന്മ കുറഞ്ഞു വരണത്. അപ്പോൾ സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോൾ, നീതിയുടെ ചേരി നിൽക്കുമ്പോൾ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെടും, സത്യം അടയാളപ്പെടുത്തപ്പെടും. ഇപ്പം നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അടയാളപ്പെടുത്തപ്പെടാതിരിക്കുമ്പോൾ തിന്മ ചിലപ്പോൾ നന്മയുടെ ആനുകൂല്യം കൈവരിച്ചുകൊണ്ട് അതൊരു വാല്യൂ സിസ്റ്റമായി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സമൂഹം മുഴുവനും അന്ധകാരത്തിലേക്ക് പോകും. ദൈവരാജ്യം അവിടെ വെച്ച് നഷ്ടപ്പെടും. നമ്മൾ പറയുന്ന പല ദൈവരാജ്യവും ഒരു IELTS പാസ്സാകുന്നതിലൂടെ, കാനഡയിൽ പോകുന്നതിലൂടെ തീരുകയാണ് മനുഷ്യൻ്റെ. ഇതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് മരമറിഞ്ഞ് കൊടിയിടണം. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം. എന്നുവെച്ചാൽ കർത്താവിനെ കൈമാറാൻ തയ്യാറാകണം. നമ്മൾ കർത്താവിനെ കൈമാറാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവവേദന നിന്നെ ദൈവം സ്വന്തമാക്കും. ഇപ്പം നിന്നെ എന്തെങ്കിലും കൊണ്ട് ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തെ എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. നിന്നെ ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തിന് ഒന്നും കിട്ടാനില്ല. പിന്നെ വൈഷ്ണു ദൈവം നിങ്ങളെ എന്തുകൊണ്ട് ബേറെ ചെയ്യണം? എന്നെ നിന്നെ ബേറെ ചെയ്യണം എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിന്നെ ലോകത്തിന് കൈമാറാൻ, നിന്റെ മൂല്യങ്ങൾ ലോകത്തിന് കൈമാറാൻ, ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ
നീ ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ കാണിച്ചു തന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ, നീ കാണിച്ചു തന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ, സുവിശേഷത്തിന്റെ മൂല്യം കൈമാറാൻ, സുവിശേഷത്തിന്റെ മൂല്യം കൈമാറുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോരുത്തരെയും സുവിശേഷത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സത്യം പറയട്ടെ. അതായത് ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും സമയ ചുരുക്കത്തിൻ്റെ പദ്ധതി ഉടമ്പടിയാണ്. ആൻ്റണി ആൽഫിൻ്റെ ഒരു സാക്ഷ്യം കേട്ട്, പുള്ളി വിസ അടിക്കണ സമയമായപ്പോഴാണ് പുള്ളിയുടെ പാസ്പോർട്ട് റിജക്റ്റായി. എന്താ കാര്യം? പാസ്പോർട്ടിൽ ആൽഫിൻ ആൻ്റണി എന്ന് അടിച്ചിരിക്കുകയാണ്. ആൻ്റണി ആൽഫിനാണ് ആൽഫിൻ ആൻ്റണി. അപ്പോൾ വിസ അടിക്കാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടങ്ങാപ്പോൾ ഒരു 5 ദിവസമേ ഉള്ളൂ. തെറ്റായ പാസ്പോർട്ടിൽ എങ്ങനെയാണ് ഇനി റീജിയണൽ പാസ്പോർട്ടിൽ പോയി വരണം. റീജിയണൽ പാസ്പോർട്ടിൽ പോയി അത് ആൻ്റണി ആൽഫിനെന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ വരണം. ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീല് വേണം. ഇതൊന്നും 5 ദിവസം കൊണ്ട് നടക്കത്തില്ല. പക്ഷേ ഇവൻ ഈ ഉടമ്പടി കാശുരം പിടിച്ചുകൊണ്ട് റീജിയണൽ ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ഇത് റെക്ടിഫൈ ചെയ്യുകയും, കാര്യം അത് അപ്പോൾ അവർ പറയും 14 ദിവസം വേണമെന്ന്. അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസം. പാസ്പോർട്ട് തിരുത്തി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസമാണ്. 14 വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് 14 വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ സ്വാഭാവികമായി എല്ലാം അങ്ങനെ, അതിൻ്റെ നിയമം അതാണ്, അതിൻ്റെ പ്രോസസ് ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൽഫിൻ ആൻ്റണി ആക്കുന്നതിന് 14 ദിവസം വേണം. പക്ഷേ ഇവൻ ഈ ഉടമ്പടി അസുരൻ തിരുമി മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് സഞ്ചാരി മാതാവ് ഇവൻ്റെ കൂടെ പോയിട്ട് അവസാനം റീജിയണൽ ഓഫീസിൽ കറക്റ്റ് ഒരു 3 ദിവസം കൊണ്ട് സെറ്റാവും. 3 ദിവസം സെറ്റാകുമ്പോൾ ഇത് ഇനി സെൻഡ് ചെയ്യണം. അവർ കൈ തന്നി വിടത്തില്ല. അവർ ലോക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോഴിതിനിടയ്ക്ക് ശനിയും ഞായറും വന്ന് പണിച്ചില്ലേ. വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ശനിയും ഞായറുമാണ് 5 ദിവസം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ചയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പോകും. അപ്പോൾ ഒരു മനുഷ്യൻ ചക്രശ്വാസം വരിക്കണ അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ എന്നാ ചെയ്യിക്കണേ, അവൻ അപ്പോഴും അമ്മയെ തന്നെ മുറുകെ പിടിക്കും. അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ, സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ. അപ്പോൾ അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഇവൻ ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരെന്താ ചെയ്യണം, അവരുടെ അടുത്ത് വരണ്ടേ ഇത്. അവിടുന്ന് സീലടിച്ച് ലോക്കൽ പോസ്റ്റ് ഓഫീസ് വന്നാലല്ലേ ഇവർക്ക് സീലടിച്ചിട്ട് രജിസ്റ്റർ ചേർത്തിട്ട് ഇവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ ഒരു മാഡം തയ്യാറാവും. ഒരു മനസ്സിന് അവിടെ മനസ്സിന് മാതാവ് ഉണർത്തും. എന്നിട്ട് മാഡം പറയും, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയും. ഉടനെ അവരവിടുത്തെ സീലിൻ രജിസ്റ്റർ എടുത്തുകൊണ്ട് റീജിയണൽ പോസ്റ്റ് ഓഫീസറുടെ ഇവൻ്റെ കൂടെ ചെല്ലും. എന്നിട്ട് നേരിട്ട് റീജിയണൽ ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീല് വെച്ചിട്ട് അവൾ ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കും. കൈയിടിച്ച് കർത്താവ് അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അപ്പോൾ ഈ 14 ദിവസമാണ് ചുരുങ്ങി വെറും 3 ദിവസമാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇത് 14 ദിവസമാണ് ചുരുങ്ങി 3 ദിവസമായിരിക്കുന്നത്. ഈ സമയ ചുരുക്കം എപ്പോഴും ഞാൻ നിങ്ങൾ പറയും, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞത്, ഒത്തിരി ഗുണങ്ങളുണ്ട്, അതിലൊരു ഗുണമാണ് സമയ ചുരുക്കം. പക്ഷേ എൻ്റെ മക്കൾ അറിയേണ്ടത് സമയ ചുരുക്കത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, എപ്പോഴാണ് സമയം ചുരുങ്ങണത്? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുക. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുന്നത് പാടാ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നണത്, മർക്കോസിൻ്റെ 13:20 വായിച്ചേ. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാണ് സത്യാവസ്ഥ.
ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരന്ത ദിനങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ ആ ദിവസങ്ങൾ 13-20 ദുരന്തങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ച് പറയുകയാണ്. അപ്പോൾ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ചാണ് മാർക്കോസിൻ്റെ സുവിശേഷം 13-20 പറയണത്. ഈ ദുഃഖങ്ങളുടെ ദിവസം, ക്ലേശങ്ങളുടെ ദിവസം, ആധികളുടെ ദിവസം, ഉത്കണ്ഠയുടെ ദിവസം, പരവേശത്തിൻ്റെ ദിവസം ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ എങ്ങനെയാണ് അത് കൊടുക്കണത്? മർക്കോസ് 13:21 വായിച്ച്, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പൊ ആർക്ക് വേണ്ടിയാണ് കർത്താവ് ദിവസം ചുരുക്കാൻ, ടൈം ഷോർട്ട് ചെയ്യണം? ആർക്ക് വേണ്ടിയാണ്? അതാണ് പ്രശ്നം. അത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി മാറണം. അതായത് വിളിച്ചാൽ മാത്രം പോരാ, വിളിക്കുക മാത്രം പോരാ. മറിച്ച് എന്താണ്? ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിയാകാം, ജന്മം കൊണ്ട് ക്രിസ്ത്യാനി ആയവരുണ്ടാകാം, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരുണ്ടാകാം. അതെല്ലാം വിളിയാണ്. വിളി വേറെ, തിരഞ്ഞെടുപ്പ് വേറെ. 1 Pത്രോസ് 1:10 വായിച്ച്, വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. രണ്ട് കേസാണ്. 2 പത്രോസ് 1:10 ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിളി, 2 കാര്യങ്ങളുണ്ട്. വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രിസ്തീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു, അപ്പോൾ ക്രിസ്ത്യാനിയായി ജീവിച്ചു, അതൊരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ നമ്മളെ ജ്ഞാനസ്ഥാനപ്പെടുത്തിയതിന് മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ അവിടെ കെയർ ഓഫിൽ ജ്ഞാനസ്ഥാനപ്പെടുത്തിയിരിക്കണത്. എന്നിട്ട് നമ്മൾ മുതിർന്നപ്പോഴേ ഈ വിശ്വാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ജീവിച്ചപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അത് വിളിക്കപ്പെടും. ജ്ഞാനസ്ഥാനം ഒരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് നീതീകരിക്കേണ്ടി വരും. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഒരുമിച്ച് വരിക. ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിതദുരിതങ്ങൾക്കെതിരെ ഉള്ള പ്രാർത്ഥന, ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളെ ശക്തീകരിക്കുകയും ആ ശക്തിയിൽ ലോകത്തിലെ പൊതുപൗരോഹിത്യ ക്രമപ്രകാരം ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന് കൈമാറാൻ പരിശുദ്ധാത്മാ അഭിഷേകം ലഭിക്കുന്ന സമയം കൂടിയാണ്. പരസ്പരം കൈകൾ വിടർത്തി വെക്കുക, അച്ഛനിങ്ങനെ വെച്ചിരിക്കുന്ന പോലെ വെക്കുക. ഇതിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പൂശപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രുതിക്കട്ടെ. കർത്താവെ, ഈ വിശുദ്ധ രക്തം, അങ്ങയുടെ വിശുദ്ധ രക്തം അങ്ങയുടെ കൈകളിലേക്ക്, മക്കളുടെ കൈകളിലേക്ക് അങ്ങ് പൂശണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൈകൾ ആരുടെ മേൽ വെച്ചാലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നു, പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അവിടെ കൈകൾ വിടർത്തിക്കൊണ്ടിരിക്കട്ടെ, വിടർത്തി വെച്ചതിന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ ആണിപ്പഴുതുകളുടെ രക്തം, നിന്റെ തിരുവിലാവിൻ്റെ രക്തം, നിന്റെ മുൾക്കിടത്ത് ഒഴുകുന്ന രക്തം, ലോകത്തെ പാപത്തിന് മോചിപ്പിച്ച രക്തം, രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തിയ രക്തം,
ലോകത്തെ ആത്മാവിൽ വീണ്ടെടുത്ത രക്തം, രക്ഷയുടെ രക്തം ഇപ്പോഴും കൈകളിലേക്ക് വീഴട്ടെ, കൈകളിലേക്ക് വീഴട്ടെ. യേശു ക്രിസ്തു രക്തത്താൽ ഈ മക്കളുടെ കൈകളെ കുതിരട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ കൈകൾ അഭിഷിക്തമാകട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം ജനതകളുടെ വിശുദ്ധിക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, വിജയത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി കൈമാറാൻ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ വേണ്ടി പരിശുദ്ധാത്മാവിനെ ദൈവിക ശക്തി ലഭിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ ഭാഷാവർത്ത് സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിലും ലോകവ്യാപകമായ ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അത്ഭുതമാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമേ. ആണിപ്പെടുതാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും, പേശികളിലും, അസ്ഥികളിലും, അസ്ഥിക്കുഴകളിലും, ശരീരകോശങ്ങളിലും, ഞരമ്പുകളിലും, ആന്തരിക അവയവങ്ങളിലും, കരളിലും, കിഡ്നികളിലും കർത്താവിൻ്റെ നിറയട്ടെ, കർത്താവിൻ്റെ നിറയട്ടെ. കർത്താവിൻ്റെ അടിപ്പെടുന്ന പോലെ, അടിപ്പെടുന്ന വൈദാഘാതം പോലെ ദൈവിക ശക്തി ഉറയട്ടെ. വാതരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, കഫരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, കർത്താവ് വാൽവിൻ്റെ അസുഖങ്ങൾ, ഞരമ്പുകൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, ആന്തരിക അവയവങ്ങൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, അസ്ഥിക്കുഴകൾ, ഞരമ്പുകൾ ലഭിക്കുന്ന അവസ്ഥകൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥിപോക്കുകൾ, രക്തസ്രാവങ്ങൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, മൂക്കിന് ദശ വളർന്നവർ, വയലിൽ സിസ്റ്റ് വളരുന്നവർ, ശരീരത്തിൽ സിസ്റ്റ് വളരുന്നവർ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. കൈകളെടുക്കരുത്, കൈകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ സമയമാണ്. അച്ഛൻ പറഞ്ഞ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലും കൃപാസനം പത്രമുണ്ട്, കൃപാസന ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടെ ശരീരം തേച്ച് പ്രാർത്ഥിക്കാം, അവിടെ ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാം. അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പൊതു പൗരോഹിത്യത്തിൻ്റെ ശക്തി, അഭിഷേകം ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമം. ഈ ധ്യാനം കൂടുന്ന ആരെല്ലാം ഉണ്ട്? ആരെല്ലാം 3 ലക്ഷം മനുഷ്യർ ധ്യാനം കൂടുന്നവര്, പൊതു പൗരോഹിത്യത്തെ കർത്താവിന്റെ വിശേഷത്തിന്റെ വേലക്കാരായി ഈ ധ്യാനം കൂടുന്ന എല്ലാ മക്കളും എപ്പോൾ കൂടിയാലും എന്ന് കൂടിയാലും അവരെല്ലാം ആ സമയത്ത് പൊതു പൗരോഹിത്യ ശക്തിയാൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പകർച്ചക്കാരായി മാറാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സുവിശേഷത്തിന്റെ സാക്ഷിയായി മാറാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ,
ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുക, ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. ചിലപ്പോൾ ജോലിയാകാം, വിവാഹമാകാം, വസ്തുക്കൾ വിൽക്കുന്നതാകാം, അല്ലെങ്കിൽ രോഗമാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിങ്ങളെ ഇന്ന് വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നിരാശപ്പെടുന്ന വിഷയമാകാം. അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവികമായ ശാസന പ്രാർത്ഥന ചൊല്ലുകയാണ്. നിങ്ങൾ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അല്ലാത്തൊരു സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഉടമ്പടി എടുത്തുപോയ, ഈ കാലഘട്ടങ്ങളിൽ ഉടമ്പടി എടുത്തുപോയ മുഴുവൻ മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ ആൾക്കാരെ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ആരാധന ശക്തിയാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന മുഴുവൻ തിന്മകള്, പൈശാചിക സ്വാധീനങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് അമ്മ മാതാവിന്റെ കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തില് യേശുക്രിസ്തു നാമത്തില് വിട്ടുമാറട്ടെ. ഞങ്ങളിൽ മുട്ടി നിൽക്കുക മക്കളെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന.